രോഗമെന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാ. എന്നോട് പുറത്ത് വെക്കാൻ പറഞ്ഞിട്ട് എന്റെ ചേച്ചിയോടും ചേട്ടാപ്പിയോടുമാണ് ഡോക്ടർ കോൺഫിഡൻഷ്യൽ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അവരതൊന്നും എന്നോട് പറഞ്ഞില്ല. മേ ബി എനിക്ക് കുറച്ച് സീരിയസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ എന്നോട് അവർ പറഞ്ഞില്ല. പിന്നെ വീട്ടുകാരോടും എന്നെ കഥ കടച്ച് അകത്തിരുത്തിയിട്ടാണ് വീട്ടുകാരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞത്, എന്റെ ചേച്ചിയൊക്കെ പപ്പായുടെ അമ്മയുടെ ഒക്കെ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം. കുറച്ച് സീരിയസ് കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ അറിഞ്ഞത് വെച്ച് എന്റെ കണ്ടീഷൻ കുറച്ച് സീരിയസ്. മെഡിക്കൽ കോളേജ് എത്തി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം. അപ്പൊ ഇവിടെയാണ് എന്റെ ചികിത്സ. ഇവിടെയാണ് ഞാൻ ഇനി എന്റെ തറവാടായിട്ട് കാണുന്നത്. സോ എത്ര വർഷം ഞാൻ പോകുമെന്നറിയില്ല. എത്ര വർഷം പോയാലും എന്റെ ഋതപ്പന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതായത് അവന്റെ അമ്മ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിലും അവന്റെ ഋതപ്പന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എന്നോട് ശത്രുത ഉള്ളവരുണ്ടാകും. ഞാനൊരു തെറ്റിനും ആരുടെ അടുത്തും വന്നിട്ടുമില്ല, വരത്തുമില്ല. സോ രോഗമെന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ രോഗമെന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാൻ വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാൻ. യേശുവെന്നടിസ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. അത്രയും വിഷമം തോന്നുന്നുണ്ട്. കാരണം ആ കുട്ടി രേണു ജീവിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെ ഒരു അസുഖം അതിനെ കാർന്ന് തിന്നാൻ തുടങ്ങി. ഇത് മുന്നേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അപ്പോൾ അത് വേണ്ട ചികിത്സ കൊടുത്തിരുന്നുവെങ്കിൽ ഈ സ്റ്റേജ് ഇത്ര മോശമായി എന്റെ ചേച്ചി എന്നെ നോക്കാൻ വേണ്ടിയിട്ട് ജോലി നിർത്തി റിസൈൻ ചെയ്തു. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടമായത്. പക്ഷെ രക്തബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും നോക്കണം എന്നെ, അതാണ് ഡോക്ടർ പറഞ്ഞത്. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്യാൻസറിന് പറയാനുള്ളത്. സോ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ ചേച്ചിയോടും ചേട്ടനോടും എന്താണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് അറിയില്ല. ചിലപ്പോൾ സീരിയസ് ആയിരിക്കും, എനിക്ക് ഒന്നും അറിയില്ല. ഒന്നും അറിയാതാണ് ഞാൻ പോകുന്നത്. സോ നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി, എന്നെ ഓർത്തിട്ടല്ല, എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് എനിക്ക് സൗഖ്യമാക്കണം. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഇവിടെ പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയായിട്ട് എവിടെയാ പോകുന്നതെന്ന് അറിയാവോ? കല്യാണത്തിനൊന്നുമല്ല പോകുന്നത്. ഇതാണ് നമ്മുടെ കീമോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്റെ ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് കുറെ കീമോ ഉണ്ടെന്ന് തോന്നുന്നു. എന്നോട് പുറത്ത് വെക്കാൻ പറഞ്ഞിട്ട് എന്റെ ചേച്ചിയോടും ചേട്ടാപ്പിയോടുമാണ് ഡോക്ടർ കോൺഫിഡൻഷ്യൽ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അവരതൊന്നും എന്നോട് പറഞ്ഞില്ല. മേ ബി എനിക്ക് കുറച്ച് സീരിയസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ എന്നോട് അവർ പറഞ്ഞില്ല. പിന്നെ വീട്ടുകാരോടും എന്നെ കഥ കടച്ച് അകത്തിരുത്തിയിട്ടാണ് വീട്ടുകാരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞത്, എന്റെ ചേച്ചിയൊക്കെ പപ്പായുടെ അമ്മയുടെ ഒക്കെ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം. കുറച്ച് സീരിയസ് കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ അറിഞ്ഞത് വെച്ച് എന്റെ കണ്ടീഷൻ കുറച്ച് സീരിയസ് മോശമാണ്. പക്ഷെ എങ്കിൽ പോലും പേടിച്ചിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇവിടെ ഒരു മുഴ വന്ന അയ്യോ എനിക്ക് പേടിയാണ് എന്ന് വെച്ചിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും അത് വെച്ചുകൊണ്ടിരിക്കരുത്. ചികിത്സയുണ്ട്, എല്ലാത്തിനും ചികിത്സയുണ്ട്. അപ്പൊ എല്ലാ രോഗങ്ങൾക്കും ചികിത്സയുണ്ട് നമ്മുടെ ആശുപത്രിയിൽ. അപ്പൊ നിങ്ങൾ ഇത് വെച്ചിട്ട് പേടിച്ചിരിക്കരുത്. ആരുമില്ല അയ്യോ എനിക്ക് പേടിയാണ്, ക്യാൻസർ ആണ്, ഒന്നും പേടിക്കണ്ട. നിങ്ങൾ ആ ഒരു മുഴയുണ്ടെങ്കിൽ സ്ത്രീകളായിട്ടുള്ള നിങ്ങൾ അത് വന്ന് കാണിക്കുക, നിങ്ങൾ പരിശോധിക്കുക, തുടർ ചികിത്സ ചെയ്യുക. അല്ലാതെ അത് വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് ഞാൻ എന്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പിന്നെ ഇന്ന് പോകുന്നത് എനിക്കൊന്ന് മരുന്ന് ഒരു നല്ല ലക്ഷങ്ങളുടെ, ഞാൻ ആ ലക്ഷങ്ങളുടെ കണക്ക് ഞാൻ പറയുന്നത്, ലക്ഷക്കണക്കിന്റെ രൂപയുടെ മരുന്നാണ് പുറത്തുനിന്ന് നമ്മൾക്ക് കിട്ടിയേക്കുന്നത്. അതാണ് ഇന്ന് ഇഞ്ചക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് എന്താണ് സംഭവം എന്ന് ചിലർക്കൊന്നും അറിയുന്നത്. ഇത് പിക് ലൈൻ ആണ്. നമുക്ക് കീമോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിക് ലൈൻ. ഇതിലെയാണ് ഇനി കീമോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ലൈൻ ഇങ്ങനെ വന്ന്
നമ്മുടെ ഹാർട്ടിന്റെ ധമനിയിലേക്കാണ് കിടക്കുന്നത്. നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കടന്നു വരല്ലേ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് മരണം. മരണതുല്യമായ ഒരു രോഗം വന്ന റെസ്റ്റ് ഇൻ പീസ് എന്ന് ആദ്യമേ ഇടുന്ന മനുഷ്യരെ പറ്റി ഇതിനെയും കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല. ഹാർട്ടിൽ അങ്ങനെ ക്യാൻസർ വരില്ല. ഞാൻ പറഞ്ഞത് ഹാർട്ടിൽ ക്യാൻസർ വരില്ലായിരിക്കാം, പക്ഷെ ഹാർട്ടിന്റെ മസിൽ, അതിന്റെ ഭിത്തിയിലേക്ക് ക്യാൻസർ വ്യാപിച്ചെന്നുള്ളത് സത്യമാണ്. അതങ്ങനെ ഈ ഒരു ക്യാൻസർ ബ്രസ്റ്റിൽ നിന്ന് ഭിത്തിയിലേക്കും പിന്നെ ലങ്സിന്റെ ചെറിയ ഭാഗത്തേക്കും, ഒരു ലങ്സിൽ ചെറിയൊരു സ്കാർ പോലെയാണ് വന്നേക്കുന്നത്, ഹാർട്ടിന്റെ ഭിത്തിയിലേക്കും വ്യാപിച്ചു. അപ്പൊ ഈ പറയുന്നവർക്കല്ലല്ലോ അസുഖം, ഞാൻ അനുഭവിക്കുന്ന അസുഖമല്ല. അപ്പൊ എനിക്കതല്ലേ പറയാൻ പറ്റത്തുള്ളൂ, ഉള്ള കാര്യമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു നേഴ്സ് വരാത്തിട്ടേക്കുന്ന ഹാർട്ടിൽ വ്യാപിക്കത്തില്ലെന്ന്. ശരിയായിരിക്കും, ഹാർട്ടിൽ വ്യാപിക്കുന്നത്, പക്ഷെ ഹാർട്ടിലെ മസിൽ പിന്നെ ഇതായിരിക്കും, ഇത് നിങ്ങൾ നോക്കുമായിരിക്കും, ഇതൊരു പാട് ഇവിടെ ഇത് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. മുഴയുള്ള ബ്രസ്റ്റിനകത്ത് ക്ലിപ്പ് ചെയ്തേക്കാണ് അകത്തോട്ട്. അതിന്റെ ഡീറ്റെയിൽ പറയാനാണെങ്കിൽ സർജറി ചെയ്യുന്നതിന് മുന്നേ ക്ലിപ്പ് ഇടും. അപ്പം സർജറി ചെയ്യുമ്പോൾ അവർക്ക് എളുപ്പമായിരിക്കും ഇത് വരാൻ, കാരണം കീമോ ചെയ്യുമ്പോൾ മുഴകളെല്ലാം അപ്രത്യക്ഷമാകുന്നത് പോലെ തോന്നും. സോ അതുകൊണ്ട് എളുപ്പമാണിത്. അതുകൊണ്ട് ഒരുപാട് മെഡിക്കൽ ടേംസ് ഉണ്ട് ഇതിനൊക്കെ, അതൊന്നും എനിക്കറിയില്ല പറയാൻ. ഇപ്പൊ രാവിലെ എത്ര മണി, 7:30 പോണ സമയം പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി സംസാരിക്കാതെ. നിങ്ങളുടെ അടുത്ത് ഞാൻ ഭയങ്കര, ഇപ്പൊ നിങ്ങൾ ഓർക്കും ഞാൻ കീമോ ചെയ്യാൻ പോകല്ലേ, ഇവളെന്താ ഇങ്ങനെ. യെസ്, എനിക്ക് മനക്കരുത്തുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ക്യാൻസറിനെ ജയിക്കാം. പക്ഷെ കീമോ ചെയ്തിട്ട് വരുമ്പോ ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, തമ്പുരാനറിയാം. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന ബലം എല്ലാം എന്റെ കൂടെ തന്നെ ഉണ്ടാകണം. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ, ഞാൻ നിന്റെ സൗഖ്യദായകൻ എന്ന ഒരു പാട്ടാണ് രാവിലെ ഞാൻ കേട്ടത്. അടിപ്പിണരാ സൗഖ്യം തന്നെ തരും. സോ ക്രിസ്ത്യൻസിന്റെയും ഹിന്ദുക്കളുടെയും അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെയും ഇല്ല, എല്ലാവരും ഒത്തൊരുമിച്ച് എനിക്ക് വേണ്ടിയിട്ട് ഇന്നലെയും തന്നെ ഒരുപാട് പേര് വഴിപാട് കഴിപ്പിച്ചു. എന്റെ നാളെ മകമാണ്, ചിങ്ങമാസത്തിലെ മകത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങളുണ്ടെന്ന് എനിക്കത് മനസ്സിലായി. സോ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. സമയം പോകുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റത്തില്ല, കീമോ തുടങ്ങാൻ പോവാണ്. നിങ്ങളുടെ പ്രാർത്ഥന, പിന്നെ അത് കീമോയുടെ എഫക്റ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. സോ ഋതപ്പനുണ്ട്, ഋതപ്പനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ അഹങ്കാരി ആയിരിക്കാം, ഞാൻ അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ പറയുന്ന കമന്റ് ഉണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ വിലക്കെടുക്കാതെ, നിങ്ങൾ എന്റെ ഋതപ്പൻ, അവൻ കുഞ്ഞാണ്, അവന് നല്ല വിഷമമുണ്ട്, എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ് അവന് നല്ല വിഷമമുണ്ട്, അവൻ പൊട്ടിക്കരയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അസുഖത്തെ നേരിടാനല്ലേ പറ്റത്തുള്ളൂ. സോ എല്ലാവരുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് കീമോ ആണ്, ഒരുപാട് പൈസയാകും. രോഗം ആർക്കും ഏത് സമയത്തും വരാം. എന്നാൽ ഈ ഒരു അസുഖം ആർക്കും കൊടുത്ത് പരീക്ഷിക്കല്ലേ. എത്രയും പെട്ടെന്ന് രേണുസുതിയുടെ അസുഖങ്ങളെല്ലാം മാറി ചുറുചുറുക്കോടെ നമ്മുടെ മുന്നിൽ ഓടിച്ചാടി നടക്കാൻ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. എന്റെ അവസ്ഥ പിന്നെ ഹാർട്ടിൽ അങ്ങനെ ക്യാൻസർ വരില്ല. ഞാൻ പറഞ്ഞത് ഹാർട്ടിൽ ക്യാൻസർ വരില്ലായിരിക്കാം, പക്ഷെ ഹാർട്ടിന്റെ മസിൽ, അതിന്റെ ഭിത്തിയിലേക്ക് ക്യാൻസർ വ്യാപിച്ചെന്നുള്ളത് സത്യമാണ്. അതങ്ങനെ ഈ ഒരു ക്യാൻസർ ബ്രസ്റ്റിൽ നിന്ന് ഭിത്തിയിലേക്കും പിന്നെ ലങ്സിന്റെ ചെറിയ ഭാഗത്തേക്കും, ഒരു ലങ്സിൽ ചെറിയൊരു സ്കാർ പോലെയാണ് വന്നേക്കുന്നത്, ഹാർട്ടിന്റെ ഭിത്തിയിലേക്കും വ്യാപിച്ചു. അപ്പൊ ഈ പറയുന്നവർക്കല്ലല്ലോ അസുഖം, ഞാൻ അനുഭവിക്കുന്ന അസുഖമല്ല. അപ്പൊ എനിക്കതല്ലേ പറയാൻ പറ്റത്തുള്ളൂ, ഉള്ള കാര്യമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു നേഴ്സ് വരാത്തിട്ടേക്കുന്ന ഹാർട്ടിൽ വ്യാപിക്കത്തില്ലെന്ന്. ശരിയായിരിക്കും, ഹാർട്ടിൽ വ്യാപിക്കുന്നത്, പക്ഷെ ഹാർട്ടിലെ മസിൽ ഭിത്തിയിൽ വ്യാപിച്ചാലും അതിൽ ഇതുണ്ടായാലും നമ്മൾ ഹാർട്ടിൽ നിന്ന് പറയും. പിന്നെ അതുപോലെ കക്ഷം, ആക്സലറി അല്ലേ, സോറി എനിക്കത് പദം അറിയത്തില്ല. ആക്സലയിലും വ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ അതും കുത്തിയെടുത്തു, അതിന്റെ ബയോപ്സി നടത്തി. സോ ഇതൊക്കെയാണ് എന്റെ രോഗവിവരവും കാര്യങ്ങളും. ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പറഞ്ഞില്ല ഉറക്കമില്ല, ഉറക്ക ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ്. അപ്പം കൗൺസിലിംഗ് ഒക്കെ നടത്തി, കൗൺസിലിങ്ങിലൊക്കെയാണ് ഗുളിക തന്നത്. കാരണം എനിക്ക് ഈ സ്ട്രെസ് താങ്ങാനായിട്ട് പറ്റുന്നില്ല, ഭയങ്കര സ്ട്രെസ്സാണ്. ഇനിയിപ്പം ഹോസ്പിറ്റലിൽ പോയി, ഇനിയിപ്പം ഇന്ന് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഇവിടെ ബ്ലീഡിങ് ഉണ്ട്, ഈ ഒരു സംഭവത്തിന് ബ്ലീഡിങ് ഉണ്ട്, ഭയങ്കര പെയിനാണ്. കാരണം ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഹാർട്ടിലേക്കാണ്. ഹാർട്ടിന്റെ ധമനി എന്ന് പറയല്ലേ, നിങ്ങൾക്ക് അറിയാലോ, ധമനി സിര നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ധമനി മെയിൻ വലിയ കുഴലിലേക്കാണ് ഈ ഒരു ട്യൂബ് അല്ലെങ്കിൽ ഈ ഒരു കത്തീറ്റർ ചെന്നേക്കുന്നത് നേരെ. അപ്പം കീമോ തുടങ്ങുമ്പോൾ ഇങ്ങനെ അതിനകത്തോട്ടാണ് പോകുന്നത്. അപ്പം കീമോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കഴിവതും ക്ഷീണമാണെങ്കിൽ പോലും ഞാൻ കഴിവതും നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കാം. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെ സബ്സ്ക്രിപ്ഷൻ സബ്, അല്ലെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ഓരോരുത്തർ സബ് ചെയ്യുന്നത് മൂലം എനിക്ക് ഈ ട്രീറ്റ്മെന്റിന് പൈസയൊക്കെ ആകുമെന്നാണ് എൻ്റെ വിശ്വാസം. തികയത്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ സബ് ഓരോരുത്തരുടെ സബ്